മോഹൻദാസ് പാകപ്പുറത്ത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന തിയറി പാകിസ്ഥാൻ വെടിനിർത്തലിന് സമ്മതിച്ചത് ഈ വ്യോമത്താവളങ്ങൾ തകർന്നതുകൊണ്ട് മാത്രമല്ല, മറ്റെന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നുണ്ടായ ഭയമാണെന്നാണ്. അവിടെയാണ് അണുവികിരണം സംഭവിച്ചിട്ടുണ്ട് കിരാന ഹിൽസിൽ എന്ന കാര്യം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നതും ടോം കൂപ്പറിനെ പോലെയുള്ള വിദഗ്ധർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതും. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇത് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വെറും കൺജക്ചറാണ്. ഇപ്പോ പറയുന്നു അവിടെ ഒരു വികിരണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തില്. പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ തന്നെ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ഇന്ത്യ തീർച്ചയായിട്ടും പറയുന്നില്ല, കാരണം അവരങ്ങനെ ഇന്ത്യ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഓരോ ലൊക്കേഷനും എവിടെയാണ് എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മളത് ചെയ്യില്ല, കാരണം നമ്മൾ വി ആർ നോട്ട് ദ ഫസ്റ്റ് വൺ ടു യൂസ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളോട്. അങ്ങനെ ആവുമ്പോൾ ഇന്ത്യ അതൊരിക്കലും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കിരാന ഹിൽസിലോ മറ്റോ എന്തെങ്കിലും അതിന്റെ ഒരു സൈൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കുന്നുണ്ടോ? അവർ ഉടനത് പറയില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അവർ ഉയർത്തി കാട്ടില്ല. അവർക്കിപ്പോ 1-2 എയർബേസ് നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും കൂടുതൽ ഇന്ത്യ അത് ആക്രമിച്ചു എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞ് അതല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യമായിട്ട് അവർ കാണിക്കുക. അതും അവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ വേറൊരു തിയറിയിലേക്കാണ് എന്റെ മനസ്സ് പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിരന്തരമായ 2-3 ദിവസത്തെ അറ്റാക്കില് അവരുടെ ഭീകര ഒളിത്താവളങ്ങളൊക്കെ നശിച്ചു. പല 8-9 എയർ ബേസുകൾ നമ്മൾ നശിപ്പിച്ചു. അവർക്ക് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഡാമേജ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇനി ഒരു പക്ഷേ അവർക്ക് നിക്കക്കള്ളിയില്ല. ഇനി ഇന്ത്യയുടെ ഈ അറ്റാക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി, അല്ലെങ്കിൽ സ്വയം അത് കുറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ മനോബലം കുറഞ്ഞു തുടങ്ങി എന്ന് അവർക്കൊരു തോന്നൽ വന്നപ്പോൾ ഒരു പക്ഷേ ഇനി അവരുടെ അവസാനത്തെ ബ്രഹ്മാസ്ത്രം അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പണാണ്. അതാണ് ഇനി അവരുടെ കയ്യിലുള്ളത്. ഇനി അതല്ലാതെ മറ്റൊന്നുകൊണ്ട് അവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ഇന്ത്യയുടെ ശക്തി അവർക്ക് മനസ്സിലായപ്പോ ഒരു പക്ഷേ ഈ ന്യൂക്ലിയർ എനിക്ക് മനസ്സിലാവുന്ന ഒരു തിയറി ഉണ്ട് എന്നുള്ളതാണ്. അത് ആരെങ്കിലും അത് അറിയിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവരുടെ കയ്യിലുള്ള ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയ്ക്ക് അവർ ആ ന്യൂക്ലിയർ വെപ്പണം കൈവയ്ക്കുന്നതിന് മുമ്പേ അവരുടെ ഏറ്റവും വലിയൊരു ഹോപ്പ്, അതായത് സീസ് ഫയറിന് വേണ്ടിയിട്ടും ഒക്കെ കാര്യങ്ങൾ, പിന്നല്ലേ അമേരിക്ക, ട്രംപാണല്ലോ ഇപ്പോ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പ് ഞാനാണ് ചെയ്യുന്നത്, 2 യുദ്ധങ്ങൾ ഞാൻ ഇപ്പൊ നിർത്തുന്നു പറഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. അത് മറ്റൊരു കാര്യം. ഒരു പക്ഷേ അത് അമേരിക്കയോട് അവരുടെ ആശങ്ക, ഞങ്ങൾക്ക് അത് ഒരു പക്ഷേ ആ അണുബോംബ് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും, ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ എന്നുള്ള അവരുടെ എന്തെങ്കിലും ഒരു ആശങ്ക അവരൊരു പക്ഷെ അറിയിച്ചിരിക്കാം. ഈ അറിയിച്ചിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും അമേരിക്ക ഇടപെട്ടിട്ട് ഒരു സീസ് ഫയറിന് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു തിയറി. അങ്ങനെയാണെങ്കിൽ മാത്രം പോകണ്ട. അപ്പൊ ഒരു പക്ഷേ നമ്മൾ ആരും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ത്യ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്തിട്ടില്ല. അവരത് സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവസാനം അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം, ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് അവരെന്നെ പറയുന്നുണ്ടല്ലോ. അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 10-30 എണ്ണം ഉണ്ട്, 130 എണ്ണം മറ്റോ, അത് വെറുതെ വെച്ചിരിക്കുകയല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ വലിയ ഘോഷിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് ഒരു അവസാനത്തെ ഒരു റിസോർട്ട് എന്നുള്ള നിലയ്ക്ക് ഇനി ഞങ്ങളത് ഉപയോഗിക്കും. പക്ഷേ ആ ഉപയോഗിക്കുന്നതിന് മുമ്പേ ലോകത്തിലെ വലിയ ശക്തി ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും സഹായം നൽകുന്ന ഒരു രാഷ്ട്രമായിട്ട് അവർ അമേരിക്കയെ കണ്ടിട്ടുള്ള ഒരു ബിഗ് ബ്രദർ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ അവരുടെ ആ കാര്യങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അമേരിക്കയോട്. ഇനി ഞങ്ങൾക്ക് വേറൊരു മാർഗമില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ആ നിമിഷത്തിലായിരിക്കണം അമേരിക്ക ഇതിലേക്ക് ട്രംപ് കടന്നു വന്നത്. എന്നിട്ട് ഉടനെ അത് പറ്റില്ല, അത് കാരണം അത് സാധാരണ ഒരു ലോകരാഷ്ട്രം അത് സമ്മതിക്കില്ല, കാരണം ഒരു അണ്വായുധം പ്രയോഗിക്കുക എന്നുള്ളത്. ആ ഒരു മൂമെന്റിൽ ആയിരിക്കണം അമേരിക്കയുടെ രംഗപ്രവേശനം. ആയിരിക്കണം ഉടനെ തന്നെ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയോടും പറഞ്ഞിരിക്കുന്നത്, ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇസ് ദ ഓൺലി, അതിന്റെ ഒരു അവസാനത്തെ ഒരു പോംവഴി അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കാം.
ഞാൻ അങ്ങനെയാണ് പക്ഷെ കണക്കാക്കുന്നത്. അവിടെ പാക് DGMO ഇന്ത്യൻ DGMOയെ വിളിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുന്നു, വെടിനിർത്തലിന് സമ്മതിക്കുന്നു, ഇന്ത്യ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു, അങ്ങനെ വെടിനിർത്തൽ സമ്മതിക്കുന്നു. അങ്ങനെയാണല്ലോ, അവിടെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ല. ഈ മൂന്നാം കക്ഷി ഉണ്ടല്ലോ, അത് അമേരിക്ക പറയുകാരനാണല്ലോ ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. അതൊരു അവർക്കും അറിയാം മൂന്നാം കക്ഷിയായിട്ട് ഞങ്ങൾ രംഗപ്രവേശനം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ DGMO ഒക്കെ മറ്റേത് എങ്ങനെ വിളിച്ച് നിങ്ങൾ സംസാരിക്കൂ എന്നൊക്കെ പറയണത്. അത് നന്നായിട്ട് അവർക്ക് അറിയാം. ഇന്ത്യ അതിന് സമ്മതിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ DGMOനെ കൊണ്ട് വിളിപ്പിച്ച് ഇന്ത്യ അത് ചെയ്തത്. അതൊരു ടാക്ടിക്സ് ആണ്. അത് മറ്റൊരു കാര്യം. അതാ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, റഷ്യ യുക്രൈൻ വാറില് ട്രംപും സെലൻസ്കിയും നേരിട്ടിട്ട് മുഖാമുഖം ഇരുന്നിട്ടല്ലേ സംസാരിക്കുന്നത്. ഇവിടെ അത് സാധിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം, അതായത് 71 സിംല കരാറിന് ശേഷം ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അമേരിക്ക അതിന്റെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ പറയുന്നത്. പാകിസ്ഥാന്റെ DGMOനോട് അവർ പറഞ്ഞു നിങ്ങൾ വിളിക്കൂ. അപ്പൊ ഇന്ത്യ അത് വിളിച്ചപ്പോൾ നമ്മളത് കേട്ടു. അതാണ്. അപ്പോഴും ഈ സീസ്ഫയറിന്റെ കാര്യത്തില് അത് പറയാണ് നമ്മളൊന്ന് മറ്റൊരു രാജ്യം ഇടപെട്ടിട്ടില്ല എന്ന്. തീർച്ചയായിട്ടും അമേരിക്ക ഇടപെട്ടില്ലെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് DGMOനെ കൊണ്ട് വിളിപ്പിച്ച് പിന്നെ അവർക്ക് പറയാവുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി ഹൈ അതോറിറ്റീസ് തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഫലമായിട്ടാണ് സീസ്ഫയർ ഉണ്ടായത് എന്നതൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും ട്രംപ് അവിടെ പെരുമ്പറ മുഴക്കുന്നതാണ്. എന്താണത്? രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സംഘടനകൾ ഞാൻ ഒഴിവാക്കി. അദ്ദേഹം എന്തെല്ലാം ക്രെഡിറ്റ് എടുക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല. ഒരു കൈ വന്നിട്ടുണ്ട് അമേരിക്കയുടെ എന്നുള്ള യാതൊരു സംശയമില്ല സീസ്ഫയറിൽ. അത് സംശയമില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ ഒരു DGMO പാകിസ്ഥാനെ അങ്ങോട്ട് വിളിക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ ഇന്ത്യ അത് കേൾക്കുകയാണോ? അതല്ല കാര്യം. അതിൽ എന്തോ കാര്യമുണ്ട്. പക്ഷെ ഇവിടെ വൈസ് പ്രസിഡന്റ് തന്നെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ എല്ലാവരോടും സംസാരിച്ചു എന്നുള്ളത് നമ്മുടെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ യുദ്ധം യുദ്ധം ഞാൻ പറയുന്നില്ല. ഈ അറ്റാക്ക് അതിന്റെ ഹൈറ്റിലെത്തുന്നതിന് മുമ്പേ ചില അണിയറ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പൊ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് ട്രംപ് പറഞ്ഞത്? അത് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ആള് 2-3 ദിവസത്തിന്റെ ഉള്ളിലാണ് ഞാൻ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് എടുത്തിട്ടുള്ള ഒക്കെ അങ്ങനെയാണ്. ശരിയാണ്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ JD വാൻസും പറഞ്ഞത് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ആ ഒരു ദിവസം 10-ാം തീയതി ഉച്ചയോടുകൂടിയാണ് എല്ലാം മാറി മറിഞ്ഞത്. അവിടെ അമേരിക്കയെ ഭയപ്പെടുത്തിയ എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ. എന്തായാലും കിരാന ഹിൽസിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത് പറഞ്ഞ ആ തിയറിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? സോറി, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ വിട്ടു. കേൾക്കാം. അദ്ദേഹം പറഞ്ഞതിനകത്ത് കിരാന ഹിൽസിൽ റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വിഷയം അദ്ദേഹം ടച്ച് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഇടപെട്ടു എന്നാണ് പറയുന്നത്. ആ ഒരു തിയറിയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്തായാലും അവിടെ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്, ന്യൂക്ലിയർ റേഡിയേഷൻ അവിടെ ഉണ്ട്, വികിരണം നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പം ഇതെല്ലാം നമ്മുടെ ഇപ്പം ശ്രീത് പണിക്കർ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മുടെ ഊഹാപോഹങ്ങളാണ്. അപ്പൊ മറ്റൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് അത്രയും കൃത്യതയോടുകൂടി അവരുടെ എയർപോർട്ടും എല്ലാം അറ്റാക്ക് ചെയ്ത് 11 സ്റ്റേഷൻസും അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നും അറ്റാക്ക് വരുമ്പോൾ, അത് ഡ്രോണുകളായാലും വേണ്ടില്ല, മിസൈലുകളായാലും വേണ്ടില്ല, മുകളിൽ നിന്ന് അറ്റാക്ക് വരുമ്പോൾ താഴെ ഇരിക്കുന്നവർ ഒരു പാനിക് സിറ്റുവേഷനിലാവും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മളൊരു തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓലയോ അല്ലെങ്കിൽ ഒരു തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടാൽ നമുക്കുണ്ടാകാവുന്ന ഒരു പാനിക്നെസ് ഉണ്ട്. അതിന്റെയൊക്കെ 10 മടങ്ങായിരിക്കും ഈ ഒരു പാനിക് സിറ്റുവേഷൻ. ഈ പാനിക് സിറ്റുവേഷനിൽ കാടടച്ച് വെടിവെക്കുന്ന പോലെ ആയിരിക്കും ഇവരുടെ ഈ കൗണ്ടർ അറ്റാക്കിംഗ് മെഷേഴ്സ്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങേറ്റം ആക്യുറേറ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഇന്ത്യക്കാർക്ക് ഉണ്ടാവും. പക്ഷെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കണ്ടിന്യൂസ്ലി ഫെയിൽ ആകുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൈനികർ ഒരുപാട് മരിക്കുന്ന അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ താഴെ ഇരിക്കുന്നതിന് എന്തായാലും സ്വന്തം ജീവനല്ലേ പോകുന്നത്. ആ പാനിക് സിറ്റുവേഷനിൽ ഇവര് അതിനെ അബ്രപ്റ്റായിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എയർ ഡിഫൻസ് മിസൈലുകൾ പോയിട്ട് അവിടെ പതിച്ചതാകാനുള്ള സാധ്യതയുണ്ടല്ലോ അവരുടെ തന്നെ.
അപ്പൊ അവർക്കത് പിന്നെ അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ സമയത്ത് അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് അവരുടെ തന്നെയാണെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു വേഗ് പോസിബിലിറ്റി ഞാൻ പറയുന്നത്. മറ്റൊരു പോസിബിലിറ്റി പിന്നെ ഈ തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്കൊരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യ യുക്രൈൻ വാർ നടക്കണം. നരേന്ദ്രമോദി യുക്രൈനിൽ പോയിട്ട് സെലൻസ്കിയെ കണ്ടു, കെട്ടിപ്പിടിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, യുദ്ധം ഒന്നും പരിഹാരമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് പുടിനെ കാണുന്നു. ആദ്യം പുടിനെ കണ്ടു, പിന്നെ സെലൻസ്കിയെ കണ്ടു. വടവരുട്ട് രണ്ടുപേരെയും കണ്ടിട്ട് അവരോട് പറയുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല, നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ബൈ എനി ചാൻസ് അവിടെ ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകും. അത് വേറെന്തെങ്കിലും കാരണം കൊണ്ട് അവർ തമ്മിൽ തീരുമാനിക്കുന്ന സീസ് ഫയർ ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഇതൊരു രണ്ട് ന്യൂക്ലിയർ ആംഡ് കൺട്രീസ് ആണ്. ഡെഫിനറ്റ്ലി ഖത്തറോ സൗദി അറേബ്യയോ UAE അമേരിക്കയോ റഷ്യയോ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഓൾ നൈറ്റ് ഓവർനൈറ്റ് പിന്നെ സംസാരിച്ചു എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല, JD വാൻസും ട്രംപും മാത്രമല്ല, ഒരുപാട് ലോക നേതാക്കളും നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കും. പാകിസ്ഥാനിലെ അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് സംസാരിക്കും. അതുപോലെ നമ്മുടെ DJMO ആയിട്ട് സംസാരിക്കും. ഇതെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംസാരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പൊ നമ്മുടെ അയലൊക്കെ തന്നല്ലോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഉണ്ടായിരിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർവെൻഷൻ ആണോ, മീഡിയേഷൻ ആണോ? അല്ലല്ലോ. അപ്പൊ ഇത് വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ് ഒരു തേർഡ് പാർട്ടി തിയറി എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ലാണ്ട് ചിത്രങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ പറയുന്ന പല തിയറികളുണ്ട് ഇതെങ്ങനെ സംഭവിച്ചിരിക്കാമെന്ന്. വളരെ കൃത്യമായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യ ചെയ്തതാണെങ്കിൽ അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കി മാറ്റിയേനെ പാകിസ്ഥാൻ. എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർനാഷണലി നമുക്ക് ഒരു നിയമമുണ്ട്. നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പൊ നിയമം ഉള്ളപ്പോൾ ഇന്ത്യ അങ്ങനെ ആക്രമിച്ചു എന്ന് പറയുന്നത് ന്യൂക്ലിയർ അറ്റാക്കിന് തുല്യമല്ലേ? അത്രയധികം ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടാകുന്നു. അത് നമ്മളൊരു ന്യൂക്ലിയർ ബോംബ് ഇടുന്നതിന് തുല്യമാണ്.